ഹായ്, ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ്? കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന സോഷ്യൽ ഗ്രൂപ്പ്. ഇവരുടെ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റിനാണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ആവശ്യത്തിനാണ് അവിടെ ജീവിക്കുന്നത്. കൂടാതെ തന്നെ അവർക്ക് പരസ്പരം അറിയുകയും ചെയ്യാം, അവർ സംസാരിക്കുകയും ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൽ ഇതിൻ്റെ ഫങ്ഷൻ ബേസ് ചെയ്തിരിക്കുന്ന കുറച്ച് നോംസും വാല്യൂസിൻ്റെയും ബിലീഫ്സിൻ്റെയൊക്കെ ബേസിസിലാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ഇൻ എ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് for a common value. They interact with each other. They know and interact with each other, and the function of this particular group, ഇവർക്ക് എന്തുണ്ട്, ഇവരുടേതായ വാല്യൂസും ബിലീഫ്സും പെർട്ടിക്കുലർ ഫങ്ഷനിങ്ങും എല്ലാം ഉണ്ട്. ഇത് പറഞ്ഞ ആരാ? WHO. അപ്പോൾ ഇതാണ് കമ്മ്യൂണിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്തയാണ് കമ്മ്യൂണിറ്റി നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്തെന്ന്. അതായത് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഹെൽത്ത് ആസ്പെക്ട്സിനെയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അവിടുത്തെ പോപ്പുലേഷൻ്റെ ഹെൽത്ത് എന്താണ്, കൂടാതെ തന്നെ ആ ടോട്ടാലിറ്റി, ആ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന എല്ലാ ആളുകളുടെ ഹെൽത്തിനെ കുറിച്ചും എന്തൊക്കെ പ്രോബ്ലംസാണ് അവരെ അഫക്റ്റ് ചെയ്യുന്നതെന്നും കമ്മ്യൂണിറ്റി ഹെൽത്തിനകത്ത് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹെൽത്ത് ഓഫ് ദ individual or a group in a community, then the problems affecting them and the totality of the health concerned in a community. ഇതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ കമ്മ്യൂണിറ്റി കിട്ടി, അടുത്തത് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്താണെന്ന് കിട്ടി. അടുത്തയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. അതായത് ഒന്നുകിൽ നേഴ്സ് റെൻഡർ ചെയ്യുന്ന ഒരു സർവീസ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്തിൽ നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസ്. അപ്പം നമ്മുടെ വാക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന വാക്കാണ്. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ സിന്തസിസ് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ്, അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് പ്രാക്ടീസ് അപ്ലൈഡ് എന്തിനാണ്? അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനാണ്. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ആൻഡ് പ്രിസർവ് ദെയർ ലൈഫ്സ്. ഏതിനകത്ത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിനകത്ത്. ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കമ്മ്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു, ഒരു ജോഗ്രഫിക്കൽ ഏരിയാസിൽ പരസ്പരം അറിയാവുന്ന കുറേ കോമൺ ആയിട്ടുള്ള വാല്യൂസിനും ബിലീഫ്സിനും വേണ്ടി നിൽക്കുന്ന കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഹെൽത്തിനെ കുറിച്ച് കൺസേൺ ആവുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. ഇനി നമ്മൾ സർവീസസ് റെൻഡർ ചെയ്യുമല്ലേ, ദാറ്റ് ഈസ് കോൾഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്തത് പബ്ലിക് ഹെൽത്തിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബ്രിട്ടീഷിൻ്റെ ഒരു പീരീഡിൽ, ഏൻഷ്യസ് ആൻഡ് മിഡീവിയൽ പീരീഡ്, അതായത് ബ്രിട്ടീഷ് റൂള് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിവിടെ ഉണ്ടായിരുന്നതാണ് ആയുർവേദ, യുനാനി, യോഗ, പിന്നെ സിദ്ധ മെഡിസിൻസ് ഒക്കെ. പിന്നെ അന്നത്തെ ടെക്സ്റ്റ് ബുക്കുകളാണ് ചരക സംഹിത, ചരകേട, പിന്നെ സുശ്രുത സംഹിത. സുശ്രുത എന്ന് പറയുന്നത് ഹിസ് നോട്ട് ആസ് എ ഫാദർ ഓഫ് സർജറി. ഓക്കെ, ഇവരെ മെയിനായിട്ടുള്ള എംഫസൈസ് ചെയ്ത് എന്തിനൊക്കെയാണ്? ഹൈജീനും സാനിറ്റേഷനും, കൂടാതെ തന്നെ എങ്ങനെ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നൊരു ആസ്പെക്റ്റും കൂടിയാണ് ഇവർ നോക്കിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? പ്രിവെൻഷൻ, സാനിറ്റേഷൻ ആൻഡ് ഡിസീസ്, എങ്ങനെ ഹൈജീൻ, സാനിറ്റേഷൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. പണ്ട് ഈ പറയുന്ന സ്മോൾ പോക്സ് അല്ലെങ്കിൽ ചിക്കൻ പോക്സ്, പണ്ട് ഈ സ്മോൾ പോക്സ് ഒക്കെ എന്ന് പറയുന്ന ഒരു എപ്പിഡമിക് ആയിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അത് പാൻഡമിക് ആവാൻ മാറിയത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അതങ്ങ് സോൾവ് ആയി മാറി. ഓക്കെ, പിന്നെ കുറച്ച് വർഷങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഒന്ന് ബ്രിട്ടീഷിൻ്റെ കൊളോണിയൽ പീരീഡിൽ 1757 to 1947 വരെയുള്ള സമയത്ത്
1789 നമ്മൾ ആദ്യത്തെ ഹോസ്പിറ്റൽ സാനിറ്റേഷൻ കമ്മിറ്റി തുടങ്ങിയത്. പിന്നെ 1857 ആയപ്പോഴത്തേക്കും കൊൽക്കത്തയിൽ ചെന്നൈയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എക്സ്റ്റാബ്ലിഷ് ചെയ്തു. എപ്പോഴാണ്? 1857. 1911 ആദ്യത്തെ നാഷണൽ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ്. ആദ്യത്തെ ഫസ്റ്റ് കമ്മീഷണർ വാസ് അപ്പോയിൻറ്റഡ്. 1943 ബോർ കമ്മിറ്റി ഫോം ചെയ്തത്. 1943 ബോർ കമ്മിറ്റി ഫോം ചെയ്തത്. പിന്നെ 2 വാക്കുകൾ നമ്മൾ മനസ്സിലായിരിക്കണം. എന്താണ് എൻഡമിക് എന്നും എന്താണ് പാൻഡമിക് എന്നും. എൻഡമിക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു പ്ലേസിലുണ്ടായ ഒരു ഡിസീസ് ആണെങ്കിൽ പാൻഡമിക് എന്ന് വെച്ചാൽ ആ ഒരു ത്രൂ ഔട്ട് ദ വേൾഡിനെ എഫക്റ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ കോവിഡ് തന്നെ ആദ്യം ഇത് എഫക്റ്റ് ചെയ്തത് ചൈനയിലുള്ള വുഹാൻ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഡിസംബർ മാസത്തിലായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് സ്പ്രെഡായിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളിലൂടെ ട്രാവലേഴ്സിൽ നിന്ന് പാൻഡമിക്കായിട്ട് മാറുകയോ ചെയ്തത്. ഓക്കെ, ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് എറയിൽ കുറേ വർഷങ്ങൾ നമ്മൾ പഠിക്കണം. 1950 ആദ്യത്തെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1950. ഒരു 1963 ആയപ്പോൾ, അതായത് ഒരു 13 വർഷം കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് 1963 നാഷണൽ ഇറാഡിക്കേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1975 ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നത്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. 1983 ആദ്യത്തെ നാഷണൽ ഹെൽത്ത് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2005 NRHM, അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനറി കൊണ്ടുവന്നു. NRHM. ഇനി 2013 NUHM, അതായത് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. ഒന്ന് റൂറലാണെങ്കിൽ പിന്നെ അർബൻ ആണ്. 2005 കൊണ്ടുവന്നതാണ് NRHM. 2013 കൊണ്ടുവന്നതാണ് NU, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, NUHM. 2018 ആയുഷ്മാൻ ഭാരത് സ്കീം ലോഞ്ച് ചെയ്തത്. അതായത് വളരെ പാവപ്പെട്ട വീട്ടിലുള്ള ആളുകൾക്ക്, പുവറായിട്ടുള്ള ഫാമിലീസിന് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കുറച്ച് വർഷങ്ങളാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കേട്ട് ഇന്ന വർഷം ഇന്നത് കൊണ്ടുവന്നു എന്നുള്ളൊരു ബേസിക് ഐഡിയ എങ്കിലും ഉണ്ടാവുക. അതായത് 2005 നമുക്ക് എന്തെന്നറിയാം. 2005 NRHM, 2013 NUHM. സോ ഇന്ന വർഷം, ഏകദേശം ഇന്ന വർഷമാണെന്ന് നമുക്കൊരു ഐഡിയ. 2010 ശേഷമാണ് NUHM. ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് കിട്ടും. ഇനി അടുത്തതാണ് സ്കോപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് കൊണ്ട് എവിടെയൊക്കെയാണ് ഉപയോഗം വരുന്നത്? ഒന്നാമത്തത് ഹോം കെയറിലാണ്. നമുക്ക് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഹോം കെയർ, പിന്നെ റീഹാബിലിറ്റേഷൻ കമ്മ്യൂണിറ്റി നഴ്സിംഗ് ഉണ്ട്, ജീറിയാട്രിക് കമ്മ്യൂണിറ്റി നഴ്സിംഗ് ഉണ്ട്, പിന്നെ എന്താണ് സ്കൂളിലെ ഹെൽത്ത് നഴ്സിംഗ്, സ്കൂളിലുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ഇൻഡസ്ട്രീസിൽ പോയി ചെയ്യും ഇൻഡസ്ട്രിയൽ ഹെൽത്ത് നഴ്സിംഗ്, പിന്നെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, പിന്നെ ജീറിയാട്രിക് പറഞ്ഞു, റീഹാബിലിറ്റേഷൻ. ഇവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു സ്കോപ്പുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഏതൊക്കെയാണെന്നൊന്ന് ഓർഡറിൽ നോക്കാം. ആദ്യത്തെയാണ് ഹോം കെയർ. നമ്മൾ വീടുകളിലെല്ലാം പോയിട്ട് പേഷ്യൻസിന് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ടുള്ള എന്താണ് പേഷ്യൻറ്റിൽ നിന്ന് ഹിസ്റ്ററി കളക്ട് ചെയ്യും, ഫിസിക്കൽ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ എക്സാമിനൊക്കെ ചെയ്ത് നോക്കും, പിന്നെ എന്താണ് മെയിനായിട്ടും പേഷ്യൻറ്റിന് ഇൽനെസ് ഉണ്ടാവാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അന്വേഷിക്കും, ആൻഡ് എല്ലാ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റിലെല്ലാം നടത്തി പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ വരെ നടത്തും. ഹോം കെയർ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തയാണ് നഴ്സിംഗ് ഹോം. നമ്മളെ പറയുന്ന ഇൻഡിവിജ്വലിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും നമുക്ക് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി MCH. അതെന്താണ് MCH? ആൻഡ് ഫാമിലി പ്ലാനിങ്.
പീരിയോഡിക് ആയിട്ടുള്ള നമുക്ക് മദേഴ്സിന് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻറ്റിനേറ്റൽ, പെരിനേറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ. ആൻറ്റിനേറ്റലുണ്ട്, പെരിനേറ്റലുണ്ട്, കൂടാതെ തന്നെ പോസ്റ്റ് നേറ്റലും ഉണ്ട്. അടുത്തയാണ് സ്കൂൾ ഹെൽത്ത് നഴ്സിംഗ്. സ്കൂളിലുള്ള കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ വന്ന് ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ അവിടെ ഇത്രയും കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവാറുണ്ട്. ബിക്കോസ് അവിടെ സ്കൂളിലിപ്പം കുഞ്ഞുങ്ങൾ അവർ ഏറ്റവും കൂടുതൽ ടൈം ചൈൽഡ്ഹുഡിൽ സ്പെൻഡ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് വിത്ത് ദ ടീച്ചേഴ്സ് ആൻഡ് സ്കൂളിൽ തന്നെ ആയിരിക്കും. പല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പാരൻസിന് ഭയങ്കര ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് പോകും. ഇപ്പം ഒരു നേഴ്സ് ഒരു സ്കൂളിലുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇപ്പം ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലും ചില കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പ്രെഡിക്റ്റബിൾ ആണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താനായിട്ട് പറ്റും. പിന്നെ ഇപ്പം കാലിലിപ്പം എഡിമയുണ്ട്, ഇപ്പം ഓരോ ബോഡിയിൽ ഓരോ പാർട്ടിലും ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസിലി കണ്ടെത്താനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാൾക്കുണ്ട് നല്ല പീഡലെഡിമയുണ്ട്, അസൈറ്റസ് ഉണ്ട്, പിന്നെ ഭയങ്കര റാഷസ് ഉണ്ട്, കൈ ഇപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും, യുറീമിക് ഫ്രോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെ നമുക്കൊന്ന് സസ്പെക്റ്റ് ചെയ്യാം, ഓക്കെ CKD ആയിരിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുത്തൊന്ന് ബ്ലഡൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കുന്നത് നന്നായിരിക്കും എന്നൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുത്താലുള്ള ഉപയോഗം ഇപ്പോൾ ഇത് പ്രായമുള്ള കാര്യമാണ് പറഞ്ഞത്. കുഞ്ഞു പിള്ളേർ അവരുടെ ഡെവലപ്മെൻറ്റൽ ഡിലേസ്, എന്തെങ്കിലും കാർഡിയോവാസ്കുലർ പ്രശ്നമുണ്ടോ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചൈൽഡ്ഹുഡിൽ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. സോ ഓഫ് കോഴ്സ് സ്കൂളിൽ ഹെൽത്ത് നേഴ്സ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും ഡയഗ്നോസ് ചെയ്യാനും സാനിറ്റേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെ ഉണ്ട്. അടുത്തയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് സർവീസസ്. ഈ പറയുന്ന പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സിലും ക്ലിനിക്സിലും എല്ലായിടത്തും അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെ വഹിക്കാറുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്. അടുത്തയാണ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ നഴ്സിംഗ് സർവീസസ്. ഇപ്പം ഒരു ഇൻഡസ്ട്രിയിൽ വെച്ച് പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ആവശ്യം വന്നു, പെട്ടെന്ന് സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു, എല്ലാവരും കൂടി പിടിച്ച് പേഷ്യൻറ്റിനെ പൊക്കി അങ്ങ് എടുക്കുമ്പോൾ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം വരും. അതേസമയം ഒരു നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷീനോ എന്താണ് ചെയ്യേണ്ടത്, ജോ ത്രസ്റ്റിൽ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് പോവാതെ തന്നെ നമുക്ക് ജോ ത്രസ്റ്റിൽ CPR കൊടുക്കുക എന്ന് അവർക്കറിയാം, അപ്പം ചെയ്യാൻ പറ്റും. പിന്നെ സ്പൈനൽ കോഡ് ആണെങ്കിൽ ഈ പേഷ്യൻ്റ് ഇമ്മൊബിലൈസ് ആണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡും കൊടുക്കാനായിട്ടും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടൊക്കെ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് നേഴ്സ് ഹെൽപ്പ് ചെയ്യും. അടുത്തയാണ് ഡൊമിഷ്യലറി നഴ്സിംഗ്. അതായത് ഹോം ഡെലിവറിയുടെ സമയത്ത് നേഴ്സിനും അതേപോലെ തന്നെ ചൈൽഡിനെയും കെയർ കൊടുക്കുന്ന ഡൊമിഷ്യലറി നഴ്സിംഗ്. മീൻസ് അമ്മയുടെ കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വീടുകളിൽ നമ്മൾ വന്ന് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് വെച്ചാൽ മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പ്രത്യേകിച്ച് സൈക്യാട്രിക് പേഷ്യൻസിനൊക്കെ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. അടുത്തയാണ് റീഹാബിലിറ്റേഷൻ നഴ്സിംഗ്. CHN മെയിൻലി നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പോയിട്ട് ഫിസിക്കലി ഇല്ലായിട്ടുള്ള ആളുകളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര അതിനകത്ത് വരുന്നത്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊന്നും കൂടി പെട്ടെന്ന് ഒന്ന് നോക്കാം. ഒന്നാമത്തത് എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പഠിച്ചു, കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്താണ്, കമ്മ്യൂണിറ്റി നഴ്സിംഗ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഒരു ഹിസ്റ്ററി പറഞ്ഞു. ഏൻഷ്യൻ മിഡീവൽ പീരീഡ്, അതായത് ബ്രിട്ടീഷ് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, പിന്നെ ബ്രിട്ടീഷിൻ്റെ കൊളോണിയൽ പീരീഡിൽ 1757 മുതൽ 1947 വരെയുള്ള ടൈമിൽ എന്തൊക്കെ ചെയ്തു, പിന്നെ പോസ്റ്റ് ബ്രിട്ടീഷിൻ്റെ പീരീഡ് എന്തൊക്കെയാണ്, എപ്പോഴാണ് NRHM NUHM അത് പറഞ്ഞു. ആദ്യത്തെ നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്ന് 1983 പിന്നെ കമ്മ്യൂണിറ്റിയുടെ സ്കോപ്പ് വരെയാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു, ഹോം കെയർ, നഴ്സിംഗ് കെയർ, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, റീഹാബിലിറ്റേഷൻ, ജീറിയാട്രിക്, മെൻ്റൽ ഹെൽത്ത്, അങ്ങനെ കുറേ ടോപ്പിക്കുകൾ നമ്മൾ സ്കൂളിൽ ഇൻഡസ്ട്രീസിലൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. സോ നന്നായിട്ട് പോയി റിവൈസ് ചെയ്യുക.
അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, പഠിച്ചിട്ടുണ്ടോ കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ടാറ്റാ.